നിലവിൽ അവതരിപ്പിച്ച ബജറ്റ് വോട്ട് ഓൺ അക്കൗണ്ടാക്കി മാറ്റണമെന്ന് പിണറായി വിജയൻ. ഉമ്മൻചാണ്ടി നടത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കം മാത്രമാണ്. ജെ.എൻ.യുവിനെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസുമായി യാതൊരു സഖ്യത്തിനില്ലെന്നും പിണറായി ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. നവകേരള മാർച്ചിന്റെ 29ാം ദിനത്തിൽ മുന്നോടിയായി മാധ്യമങ്ങളെ കാണുകയായിരുന്നു പിണറായി. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി എന്ന നിലക്കുള്ള ഒരു ബജറ്റ് അവതരണമാണ് നടന്നിട്ടുള്ളത്. മാന്യതയുണ്ടെങ്കിൽ ഈ നിയമസഭയിലെ മറുപടി പ്രസംഗത്തിൽ തന്നെ ഈ ബജറ്റ് പിൻവലിച്ചതായി അറിയിച്ച് ഒരു 3 മാസത്തേക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ട് അവതരിപ്പിക്കുന്ന നിലയാണ് സ്വീകരിക്കേണ്ടത്. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇന്ന് കൊല്ലം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. ചാത്തന്നൂർ, പുനലൂർ, ചടയമംഗലം എന്നിവിടങ്ങളിൽ ഇന്ന് മാർച്ചിന് സ്വീകരണം നൽകും. വൈകിട്ടോടെ ജാഥ തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കും. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സാലി, 29ാം ദിനം നവകേരള മാർച്ച്, എന്തൊക്കെ വിശദാംശങ്ങൾ? മാർച്ച് ഇന്ന് എവിടെ എത്തി? ഇന്നത്തെ പര്യടനങ്ങൾ, മറ്റു വിശദാംശങ്ങൾ. അജിംഷാദ്, ഇന്ന് നവകേരള മാർച്ച് ചാത്തന്നൂർ, പുനലൂർ, ചടയമംഗലം എന്നിവിടങ്ങളിലാണ് സ്വീകരണം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നത്തോടുകൂടി ജാഥയുടെ മുഴുവൻ പര്യടന പരിപാടികൾ പൂർത്തിയാകുകയാണ്. ഇന്ന് 30ാമത്തെ ദിവസം ജാഥയുടെ എല്ലാ പര്യടന പരിപാടികളും ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കും. നാളെ വൈകിട്ട് ശംഖുമുഖത്ത് 3 ലക്ഷത്തോളം പേർ അണിനിരക്കുന്ന വലിയ ബഹുജന റാലിയോടുകൂടിയാണ് ഈ മാർച്ചിന് സമാപനമാവുക. അതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് ഈ തിരുവനന്തപുരം ജില്ലയിലെ പ്രചരണ പരിപാടികൾ എല്ലാ മണ്ഡലങ്ങളിലെയും കൂടെ ചേർത്ത് ഉള്ള സമാപനം എന്ന നിലയ്ക്കാണ് മറ്റ് പര്യടന പരിപാടികൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി ജാഥ കൊല്ലം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് ജില്ലാതിർത്തിയായ തട്ടത്തുമലയിൽ വെച്ച് CPM-ന്റെ തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കൾ ചേർന്ന് ജാഥയെ വരവേൽക്കും. അതോടുകൂടി കൊല്ലം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കുകയും നാളെ ശംഖുമുഖത്ത് വൈകിട്ട് 3 ലക്ഷത്തോളം പേർ അണിനിരക്കുന്ന വലിയ ബഹുജന റാലിയോടുകൂടി മാർച്ചിന് സമാപനമാവുകയും ചെയ്യും. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. നവകേരള മാർച്ച് ഇന്ന് കൊല്ലം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. ചാത്തന്നൂർ, പുനലൂർ എന്നീ മേഖലകളിലാണ് ഇന്നത്തെ സ്വീകരണങ്ങൾ. നവകേരള മാർച്ചിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം തലസ്ഥാനത്ത് വിളംബര ഘോഷയാത്രകൾ നടന്നു. തിരുവനന്തപുരത്തെ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിളംബര ജാഥകൾ നടന്നത്. നാളെ വൈകിട്ട് 5-ന് ശംഖുമുഖത്താണ് നവകേരള മാർച്ചിൻ്റെ സമാപന സമ്മേളനം. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന്റെ സമാപന റാലിയുടെ പ്രചരണാർത്ഥമാണ് തിരുവനന്തപുരത്ത് വിളംബര ഘോഷയാത്രകൾ നടന്നത്. ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു വിളംബര ജാഥകൾ. തലസ്ഥാന നഗരിയിൽ നടന്ന വിളംബര ഘോഷയാത്രയിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം M. വിജയകുമാർ, ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനത്തിലായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു ഘട്ടമാണിത്. വളരെ ആവേശകരമായിട്ട് തന്നെ ജില്ലയിലെ CPM-ന്റെ പ്രവർത്തകർ, അനുഭാവികൾ ഒക്കെ തന്നെ ഈ റാലിയെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നാളെ വൈകിട്ട് 5-ന് ശംഖുമുഖത്താണ് നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനം. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 3 ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന വൻ റാലിയോടെയാണ് മാർച്ച് സമാപിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തലസ്ഥാനത്ത് വിളംബര ഘോഷയാത്രകൾ നടന്നു. തിരുവനന്തപുരത്തെ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിളംബര ജാഥകൾ നടന്നത്. നാളെ വൈകിട്ട് 5-ന് ശംഖുമുഖത്താണ് നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനം. സംസ്ഥാനത്തിൻ്റെ പരിസ്ഥിതി ലോല നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ നിരാകരിച്ചതോടെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക ഇരട്ടിയായി. വിഷയം സർക്കാർ ലാഘവത്തോടെ കൈകാര്യം ചെയ്തെന്ന ആക്ഷേപമാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉന്നയിക്കുന്നത്. കർഷകരെ രക്ഷിക്കാനുള്ള അവസാന അവസരമാണ് സർക്കാർ നഷ്ടപ്പെടുത്തിയതെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP പറഞ്ഞു. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന് മുന്നിൽ വെച്ച നിർദ്ദേശങ്ങൾ പാടെ കേന്ദ്ര സർക്കാർ നിരാകരിച്ചതോടെയാണ് മലയോര മേഖലയെ വീണ്ടും ആശങ്കയുടെ നടുക്കഴത്തിലേക്ക് തള്ളപ്പെട്ടത്.
ആസൂത്രണമില്ലാത്ത സർക്കാർ സമീപനമാണ് കേരളത്തിന്റെ നിർദ്ദേശങ്ങൾ തള്ളാൻ പ്രധാന കാരണം. ജനവാസ കേന്ദ്രങ്ങളെ ESA ഗ്രാമങ്ങളിൽ നിന്നും ഒഴിവാക്കി നൽകിയ സംസ്ഥാന നടപടിയാണ് കേന്ദ്രം തള്ളിയത്. വനാതിർത്തികൾ വില്ലേജ് അടിസ്ഥാനത്തിൽ നിർണയിച്ച് അശാംശവും രേഖാംശവും രേഖപ്പെടുത്തി നൽകിയിരുന്നുവെങ്കിൽ പരിസ്ഥിതി ലോല പട്ടികയിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കപ്പെട്ടേനെ. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്നും കർഷകരെ രക്ഷിക്കാനുള്ള അവസാന അവസരമാണ് സർക്കാർ നഷ്ടപ്പെടുത്തിയതെന്ന് സ്ഥലം MP കൂടിയായ ജോയ്സ് ജോർജ് പറഞ്ഞു. ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള തിരിച്ചടിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇപ്പോൾ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള സമീപനം സംസ്ഥാന ഗവൺമെന്റ് അതുകൊണ്ട് ദുരഭിമാനം വെടിഞ്ഞ് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാളിച്ചകൾ തുറന്ന് സമ്മതിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം പരിഹരിക്കുന്നതിന് ശ്രമിക്കുകയാണ് വേണ്ടത്. സംസ്ഥാന സർക്കാർ വിഷയം കൈകാര്യം ചെയ്തതിലുണ്ടായ അപാകതയാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആരോപിച്ചു. 20 ലക്ഷം പശ്ചിമഘട്ട ജനങ്ങളുടെ ആശങ്കയാണിത്. അവസാന ഘട്ടം വരെ ഇതിനെതിരെ പൊരുതുമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. പശ്ചിമഘട്ട ജനത ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും തോട്ടങ്ങളും ESAയിൽ പെടുത്താൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അവസാനം വരെ ഞങ്ങളുടെ പോരാട്ടം തുടരും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. രാജ്യത്തെ സർവകലാശാലകളെ RSS ശാഖകളാക്കി മാറ്റാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദിയുടേതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. AKGCTയുടെ 58ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കോട്ടയത്ത് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വൃന്ദ. വിദ്യാഭ്യാസത്തെ വിൽപ്പന ചരക്കാക്കുന്ന നിലപാടുകളാണ് മോഡി ഉമ്മൻചാണ്ടി സർക്കാരുകൾ പിന്തുടരുന്നത്. രാജ്യത്തെ സർവകലാശാലകളെയും വിദ്യാലയങ്ങളെയും RSS ശാഖകളാക്കാനുള്ള ശ്രമങ്ങളാണ് മോഡിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും നടത്തുന്നത്. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത്. മതനിരപേക്ഷതയെ തകർക്കുന്ന ഈ ശ്രമങ്ങളെ ജനങ്ങൾ ചെറുക്കണമെന്ന് വൃന്ദ കാരാട്ട് ആവശ്യപ്പെട്ടു. The Modi government and RSS they want to destroy the left progressive thinking student organizations on the campus, and they want every university to be turned into an RSS shakha. കേരളത്തിലേത് ഉമ്മൻചാണ്ടി വിശ്വവിദ്യാലയമാണ്. ഇവിടെ പഠിപ്പിക്കുന്നതാകട്ടെ സോളാറിന് ചുറ്റും തിരിയുന്ന പാഠങ്ങളാണെന്നും വൃന്ദ പരിഹസിച്ചു. Now you are being forcibly enrolled as members of the Ummanchandi Vishwavidyalaya. The people of Kerala are understanding that they have a government. How they are going around the solar sun, that you are being taught. പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് കോട്ടയം നഗരത്തിൽ അധ്യാപകരുടെ പ്രകടനം നടന്നു. 14 ജില്ലകളിൽ നിന്നായി 450 പ്രതിനിധികളാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പ്രതിനിധി സമ്മേളനം CSI റിട്രീറ്റ് സെന്ററിൽ LDF കൺവീനർ വൈക്കം വിഷൻ ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടറി VN വാസവൻ, AKGCT സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ K രാമകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി ഡോക്ടർ KK ദാമോദരൻ, ശ്രീകല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അല്പസമയത്തിനകം രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ അഫ്സൽ ഗുരു അനുസ്മരണം നടത്തിയതിന്റെ പേരിൽ കൂടുതൽ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തേക്കും. അനുസ്മരണ പരിപാടിയിൽ നടത്തിയ 8 വിദ്യാർത്ഥികളെ സർവകലാശാല VC ജഗദീഷ് കുമാർ സസ്പെൻഡ് ചെയ്തിരുന്നു. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, ഒരു യൂണിവേഴ്സിറ്റി കൂടി, പ്രത്യേകിച്ച് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊന്നായ JNU പോലും ഇത്തരത്തിലൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. ഈ ഘട്ടത്തിലാണ് യെച്ചൂരിയുടെ കൂടിക്കാഴ്ച രാജ്നാഥ് സിംഗുമായി. എന്തൊക്കെ വിശദാംശങ്ങൾ, മറ്റ് വിശദാംശങ്ങൾ കൂടി? അജിംഷാദ്, അഫ്സൽ ഗുരു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചതിന് JNU ചെയർമാൻ കൂടിയായ കൻഹയ്യ കുമാറിനെ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തിക്കൊണ്ട് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കൻഹയ്യ കുമാറിനെ 3 ദിവസത്തേക്ക് ദില്ലി പോലീസ് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇപ്പോഴും ദില്ലി യൂണിവേഴ്സിറ്റിയിൽ പോലീസുകാർ ക്യാമ്പ് ചെയ്യുകയാണ്. മാത്രമല്ല, വിവിധ വിദ്യാർത്ഥികൾക്കെതിരെ, കണ്ടാൽ തിരിച്ചറിയുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ഇത്തരത്തിൽ രാജ്യദ്രോഹ കുറ്റം അടക്കം ചേർത്തിക്കൊണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുകയുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ദില്ലി യൂണിവേഴ്സിറ്റിക്ക് പിന്നാലെ ഇപ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും ഇത്തരത്തിൽ പോലീസ് അതിക്രമം തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ CPI ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഒപ്പം CPI രാജ്യസഭാ നേതാവ് D രാജ അടക്കമുള്ളവർ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അല്പസമയങ്ങൾക്കകം ഈ കൂടിക്കാഴ്ച ആരംഭിക്കും. എന്തായാലും D രാജ ഇപ്പോൾ രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ എത്തിക്കഴിഞ്ഞു. ഇരുവരും കൂടിക്കാഴ്ച തുടരുകയാണ്. അല്പസമയങ്ങൾക്കകം CPI ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും കൂടിക്കാഴ്ചയിൽ പങ്കുചേരും. എന്തായാലും ഈ പോലീസ് അതിക്രമം അവസാനിപ്പിക്കണം
സംരക്ഷിക്കണം എന്നത് തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ. മാത്രമല്ല ഈ JNUവിലെ അധ്യാപകരടക്കം വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. പോലീസ് നടപടി ചിലവരുടെ ഒത്താശയോടെ നടത്തുന്ന അതിക്രമങ്ങളാണെന്നാണ് അധ്യാപകർ ചൂണ്ടിക്കാട്ടിയത്. ചില അധ്യാപകർ തങ്ങളുടെ JNUവിൽ തന്നെ പഠിച്ചിരുന്ന അധ്യാപകർ അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റ് അടക്കം തിരിച്ചു കൊടുത്തേക്കുമെന്നൊരു സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണ് JNUവിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അജിം ഷാ. ശരി മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. ഇതേ വിഷയത്തിൽ പിണറായി വിജയന്റെ പ്രതികരണവും പുറത്തെത്തി. JNUവിനെ RSS കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. നാട്ടിൽ നിലനിൽക്കുന്നത് ഇപ്പോൾ JNU ഉൾപ്പെടെയുള്ള ഉന്നതമായ സർവകലാശാലകളെപ്പോലും ഇത്തരത്തിലുള്ള അസഹിഷ്ണുതയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ്. ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കാവ്യവൽക്കരണം നടപ്പാക്കുക എന്ന അജണ്ടയാണ് RSSന് ഉള്ളത്. പി ജയരാജനെ മറ്റൊരു മഅ്ദനിയാക്കാനുള്ള ശ്രമമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ജയരാജനെതിരായ കേസിനെ രാഷ്ട്രീയപരമായി നേരിടുമെന്നും ജയിലിലടച്ചോ UAPA ചുമത്തിയോ പാർട്ടിയെ തകർക്കാനാകില്ലെന്നും കോടിയേരി പറഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളുമായി സിജു കണ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സിജു, എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ കോടിയേരി പ്രതിപാദിച്ചത്? ജിംഷാദ്, കണ്ണൂരിൽ പി ജയരാജനെതിരെ കോൺഗ്രസും അതോടൊപ്പം തന്നെ RSS നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് പി ജയരാജനെതിരെ കതിരൂർ മനോജ് വധക്കേസിൽ പ്രതിയേർത്തത്. ഇതുമായി ബന്ധപ്പെട്ട് റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇതുമായി നേരത്തെ തന്നെ കോൺഗ്രസ് RSS ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. UAPA വ്യാപകമായി CPM പ്രവർത്തകർക്കെതിരെ ഉപയോഗിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തു വന്ന സാഹചര്യത്തിൽ CPM പ്രവർത്തകരെ വിചാരണ കൂടാതെ തടവിടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കോടിയേരി പറഞ്ഞു. പി ജയരാജനെ മറ്റൊരു മദനിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിയേരി പറഞ്ഞത്. വ്യാപകമായി CPM പ്രവർത്തകർക്ക് നേരെ കാപ്പയും അതോടൊപ്പം UAPA നിയമങ്ങളും ചുമത്തിക്കൊണ്ട് ജയിലിലടക്കുകയും നാടുകടത്തുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം തടയാനുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് അത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ UAPA അതോടൊപ്പം തന്നെ കാപ്പ പോലുള്ള നിയമങ്ങൾ ചുമത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തകരെ ജയിലിലടച്ചത് കൊണ്ടോ CPMനെ തകർക്കാൻ കഴിയില്ലെന്നും കോടിയേരി കോഴിക്കോട് പറഞ്ഞു. ശരി സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പി ജയരാജനെ കോടതിയിലെത്തുമ്പോൾ കണ്ണൂരിൽ നടന്ന കൊലപാതകങ്ങളിൽ പോലീസും കേരള സർക്കാരുകളും കാട്ടിയ ഇരട്ടത്താപ്പ് നയങ്ങൾ കൂടി ചോദ്യം ചെയ്യപ്പെടുകയാണ്. പോലീസ് UAPA വകുപ്പ് ചുമത്തിയ 3 കേസുകളിൽ RSS പ്രവർത്തകർ പ്രതികളായ 2 കേസുകളിലും പോലീസ് ഇതുവരെ കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. RSSന്റെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് വധക്കേസിൽ തന്നെ പ്രതിയാക്കിയതെന്നും നിയമപരമായും രാഷ്ട്രീയപരമായും കേസിനെ നേരിടുമെന്നും പറഞ്ഞ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ കോടതിയിൽ ഹാജരാകുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും കണ്ണൂരിലെ ജനങ്ങളും ചോദിക്കുന്ന മറ്റു ചില ചോദ്യങ്ങൾ കൂടി കേരള സർക്കാരുകൾക്കു നേരെ ഉയരുകയാണ്. 2015 ഫെബ്രുവരി 25-നാണ് CPIM പ്രവർത്തകൻ ഓണിയൻ പ്രേമൻ വെട്ടേറ്റ് മരിച്ചത്. 25-ന് രാത്രി ചിറ്റാരിപ്പറമ്പ് കള്ളുഷാപ്പിൽ നിന്നും ജോലി കഴിഞ്ഞ് ഇരട്ടക്കുളങ്ങരയിൽ സുഹൃത്തിന്റെ കല്യാണ വീട്ടിൽ പോയി മടങ്ങിവരവെ 12 പേരടങ്ങുന്ന RSS സംഘം ബോംബെറിഞ്ഞും അതിനുശേഷം 2 കാലുകളും വെട്ടിമാറ്റിയുമാണ് പ്രേമനെ കൊല ചെയ്തത്. 12 RSS പ്രവർത്തകരെ പ്രതികളാക്കി പോലീസ് UAPA ചുമത്തിയെങ്കിലും UAPAക്ക് ഇതേവരെ സർക്കാർ അനുമതി നൽകിയിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിലാണ് UAPAക്ക് അനുമതി നൽകേണ്ടത്. എന്നാൽ ഇതുവരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചില്ല. 12 പേരടങ്ങുന്ന RSS സംഘമാണ് പ്രതിപ്പട്ടികയിൽ. 11 പേരെ പോലീസ് കണ്ടെത്തി ഒരാളെ ഒഴിവാക്കി. 10 RSS പ്രവർത്തകർ ജാമ്യം ലഭിക്കാവുന്ന അവസ്ഥയിലേക്ക് കുറ്റപത്രം പോലും സമർപ്പിക്കാതെ പോലീസ് ഒത്താശ ചെയ്തു. 6 മാസം പോലും ഇവരാരും ജയിൽവാസം അനുഭവിച്ചിട്ടുമില്ല. ഏപ്രിൽ 14 വിഷു ദിവസം അർദ്ധരാത്രിയാണ് CPIM പ്രവർത്തകൻ പൊയിലൂരിലെ വിനോദ് കൊല്ലപ്പെട്ടത്. രാത്രി നെഞ്ചിനു നേരെ ബോംബെറിഞ്ഞു കൊല്ലുകയായിരുന്നു. 13 RSS പ്രവർത്തകരെ കൊളവല്ലൂർ പോലീസ് UAPA ചുമത്തി പ്രതിപ്പട്ടികയിൽ ചേർത്തു. കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചില്ല. 10 പേരും ജാമ്യത്തിലിറങ്ങി സ്വതന്ത്രമായി വിഹരിക്കുന്നു. അതേസമയം തന്നെ കേസന്വേഷണം ആരംഭിച്ച് 505 ദിവസം വരെ പ്രതിയല്ലെന്ന് CBI കോടതിയെ പോലും അറിയിച്ച CPM ജില്ലാ സെക്രട്ടറിയെ പ്രതിപ്പട്ടികയിൽ UAPA ചുമത്തി ചേർത്തതും രാഷ്ട്രീയ പ്രേരണയുടെ ഇരട്ട നീതിയായാണ് വിലയിരുത്തപ്പെടുന്നത്. കേരള സർക്കാരും RSSും തമ്മിലുണ്ടാക്കിയ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയിൽ RSSകാരായ പ്രതികൾക്ക് ജാമ്യം കിട്ടത്തക്ക നിലയിലുള്ള നിലപാട് സ്വീകരിച്ചു.
പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വിവേചനപൂർവവും അതോടൊപ്പം നിയമവിരുദ്ധവുമാണ് നടപടികൾ ഇത് കാണാൻ കഴിയും. കതിരൂർ കേസിൻ്റെ കുറ്റപത്രം 180 ദിവസത്തിനടുത്ത് സമർപ്പിക്കാനും മറ്റുള്ളവർക്ക് ജാമ്യം കിട്ടാതിരിക്കാനും ഉത്സാഹം കാട്ടി. എന്നാൽ ചിറ്റാരിപ്പറമ്പ് പൊയിലൂർ കേസിൻ്റെ കുറ്റപത്രം നാളിതുവരെ സമർപ്പിച്ചില്ലെന്ന് മാത്രമല്ല, പൊയിലൂർ കേസിലെ ചില പ്രതികൾക്ക് 85 ദിവസം ജയിലിൽ കിടക്കുമ്പോഴേക്ക് ജാമ്യം കിട്ടി. കണ്ണൂരിലെ CPIM പ്രവർത്തകർക്കെതിരെ RSSും കേന്ദ്ര കേരള സർക്കാരുകളും ഒരുപോലെ കൈകോർക്കുന്നതിൽ പ്രതിഷേധിച്ച് CPIM നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചു. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കൈരളി TV കാഴ്ചവെക്കുന്ന സലാം മുംബൈ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് വാശി സിഡ്കോ അങ്കണത്തിൽ അരങ്ങേറും. നവി മുംബൈയിലെ ആദ്യമായി അരങ്ങേറുന്ന താരമാമാങ്കത്തിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഏകദേശം 10,000 പേരെ ഉൾക്കൊള്ളാവുന്ന വാശി സിഡ്കോ എക്സിബിഷൻ സെന്ററിൽ ഇതാദ്യമായാണ് ഒരു താരമാമാങ്കത്തിനായി വേദിയൊരുങ്ങുന്നത്. കൈരളി TVയുടെ സാങ്കേതിക വിദഗ്ധരുടെ പ്രത്യേക മേൽനോട്ടത്തിലാണ് ശബ്ദ വെളിച്ച ക്രമീകരണങ്ങൾ സജ്ജമാകുന്നത്. കേരളീയ വിഭവങ്ങളുമായി നാടൻ തട്ടുകടയും തയ്യാറാകുന്നുണ്ട്. M ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംഗീത പരിപാടിയിൽ റിമി ടോമി, വിജയ് യേശുദാസ്, വൈക്കം വിജയലക്ഷ്മി, ശ്രേയ ജയദീപ് തുടങ്ങിയവർ പങ്കെടുക്കും. സംഗീത ലോകത്തെ 20 സംവത്സരങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ ആഘോഷം കൂടിയാണ് കൈരളി ഒരുക്കുന്ന ഈ കലാമാമാങ്കമെന്ന് M ജയചന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ 20 വർഷം സംഗീത മേഖലയിൽ തികഞ്ഞ് നിൽക്കുന്ന ഈ സമയത്ത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമാണ്. ഒരു സെലിബ്രേഷനാണ്, അതും കൈരളി TVക്ക് വേണ്ടിയിട്ട് എന്നുള്ളതിൽ ഏറ്റവും സന്തോഷമുണ്ട്. ഈ മഹാനഗരം തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്ന് മുംബൈയിൽ നടക്കുന്ന റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ജയചന്ദ്രൻ പറഞ്ഞു. മുംബൈ എനിക്ക് പ്രത്യേകിച്ച് വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. മുംബൈയുടെ ഹൃദയത്തിലൂടെ യാത്ര ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മുംബൈയിൽ ഒരു സംഗീത പരിപാടിക്കായി എത്തുന്നതിന്റെ ത്രില്ലിലാണ് വിജയ് യേശുദാസ്. എപ്പോഴും കൈരളിയായിട്ടുള്ള ഒരു അസോസിയേഷൻ പണ്ട് തൊട്ടുള്ളതാണ്. സോ അവരുടെ കുറേ നല്ല നല്ല പ്രോഗ്രാംസിന്, കോൺസേർട്സിന്, ഇവൻറ്റ്സിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഇതും അതുപോലെ തന്നെയാണ്. ആൻഡ് അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ്. സോ മമ്മൂക്കയുടെ ആ ഒരു അസോസിയേഷൻ അതിലുള്ളത് കൊണ്ട് എപ്പോഴും ഒരു ക്ലാസ് ഇവന്റ് തന്നെ ആയിരിക്കും. കൈരളി TV ചെയർമാൻ മമ്മൂട്ടി, മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് കൂടാതെ വിദ്യാബാലൻ, നദിയ മൊയ്തു, നവ്യ നായർ, റസൂൽ പൂക്കുട്ടി, രമ്യ നമ്പീശൻ, പാർവതി ഓമനക്കുട്ടൻ തുടങ്ങിയ ഒരു നീണ്ട താരനിര തന്നെ സലാം മുംബൈ എന്ന കലാമാമാങ്കത്തെ അവസ്മരണീയമാക്കും. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. കൂലി നൽകുന്നില്ലെന്നാരോപിച്ച് മെട്രോ തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് നടത്തി. കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട കോൺക്രീറ്റ് മിക്സിംഗ് നടക്കുന്ന ബോൾഗാട്ടി സോമ യാർഡിലെ തൊഴിലാളികളാണ് ഇന്നലെ രാത്രി പണിമുടക്ക് പ്രഖ്യാപിച്ചത്. കൊച്ചി മെട്രോയ്ക്കായി മുഖ്യമന്ത്രി കോടികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ കൂലി ലഭിക്കണമെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പണിമുടക്കേണ്ട അവസ്ഥ. കൊച്ചി മെട്രോ വിഴിഞ്ഞം പദ്ധതികൾക്കായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബജറ്റിൽ മാറ്റിവെച്ചത് 2,536 കോടി രൂപ. 2 മാസത്തിനുള്ളിൽ കൊച്ചി മെട്രോ ഓടുമെന്ന അതിഗംഭീര പ്രഖ്യാപനവും ബജറ്റിൽ. മുഖ്യമന്ത്രി ഇതൊന്ന് കാണുക. കൊച്ചി മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട കോൺക്രീറ്റ് മിക്സിംഗ് മുഴുവൻ നടക്കുന്നത് ബോൾഗാട്ടിയിലെ ഈ സോമ യാർഡിലാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ അധ്വാനിക്കുന്ന യാർഡിലെ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയിട്ട് 3 മാസമായി. 500ഓളം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നതിൽ സിംഹഭാഗവും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. യാർഡ് മാനേജ്മെന്റിന്റെ മുന്നിൽ ശമ്പളത്തിന് കൈനീട്ടി മടുത്തിട്ടാണ് പണിമുടക്കുന്നതെന്ന് മലയാളികൾ ഉൾപ്പെടുന്ന തൊഴിലാളികൾ പറയുന്നു. കമ്പനി തരാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത്ര നാളും വെയിറ്റ് ചെയ്ത് शंबल रिएक्ट और हर महीना पेमेंट लेट होता है, 2 महीना 3 महीना पेमेंट होता है. आज 3 महीना चल रहा है, 13 तारीख हो गया. इसके लिए हम लोग इधर स्ट्राइक में अटका है. ഇന്നലത്തെ രാത്രിയിലെ ഡ്യൂട്ടിക്കാരാണ് അപ്രതീക്ഷിതമായി പണിമുടക്ക് പ്രഖ്യാപിച്ചത്. അവസാനമായി ഇവർക്ക് ലഭിച്ചത് നവംബർ മാസത്തിലെ ശമ്പളമാണ്. തങ്ങളുടെ കുടുംബങ്ങൾക്ക് കാശയക്കാനോ നല്ല ഭക്ഷണം കഴിക്കാനോ സാധിക്കുന്നില്ലെന്ന് യാർഡ് മാനേജ്മെന്റ് നൽകുന്ന ഭക്ഷണം കാണിച്ച് ഇവർ പറയുന്നു. മാത്രമല്ല, തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് മെസ് ഫീസ് എന്ന നിലയ്ക്കും മറ്റ് ഓരോ പേര് പറഞ്ഞും മാനേജ്മെന്റ് ശമ്പളം കട്ട് ചെയ്യുന്നുമുണ്ട്. അതും പോരാതെയാണ് ശമ്പളം നൽകാതെ പറ്റിക്കുന്നത്. മെട്രോയ്ക്ക് വേണ്ടി മാത്രമുള്ള മറ്റു യാർഡുകളിലെ തൊഴിലാളികളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. ശമ്പളം നൽകിയില്ലെങ്കിൽ തൊഴിലെടുക്കേണ്ടതില്ല എന്ന നിലപാടിലാണിവർ. സോമ യാർഡിലെ പ്രവർത്തനം നിലച്ചാൽ അത് മെട്രോ നിർമ്മാണത്തെ പൂർണ്ണമായും സ്തംഭിപ്പിക്കും. പ്രഖ്യാപനങ്ങൾ കൃത്യമായി നടത്തുന്നവർ ഓർക്കുക, നിങ്ങളുടെ പ്രഖ്യാപനങ്ങൾക്ക് ജീവൻ നൽകുന്നത് ഈ പാവങ്ങളുടെ വിയർപ്പാണ്. കേരളത്തിൽ കൂലിക്കായും തൊഴിൽ അവകാശ സംരക്ഷണങ്ങൾക്കായും സംഘടിക്കാനുണ്ടായിരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമായിരുന്നു. ഇപ്പോഴതും പൂർണ്ണമായിരിക്കുന്നു. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. വാർത്തകൾ തുടരും. ഇപ്പോൾ യെച്ചൂരി മാധ്യമങ്ങളെ കാണുന്നു. JNUവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ രാജ്നാഥ് സിംഗിനെ കണ്ടതിന് ശേഷം സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കാണുന്നു.
क्या आपने कहा राजनाथ सिंह जी से आपकी मुलाकात? यार एक मिनट सुनिए, हम बोलेंगे, सुन लीजिए जरा भाई। अभी सुनिए, माननीय सांसद केसी त्यागी जी, डी राजा और हम और भूतपूर्व सांसद निरोधपुल बसु और पल्लभ सेन गुप्ता, हम लोग सब एक डेलीगेशन के रूप में माननीय गृह मंत्री जी से मिले और ये बातचीत जो हुआ अभी, जो जेएनयू के अंदर जो टेंशन बनी पड़ी है और जिस तरीके की पुलिस के हमले हुए, उसके बारे में हमने उनको अवगत करवाया कि ये मामला बहुत ही गंभीर मामला है और इस तरीके से पूरी यूनिवर्सिटी को ही आप एक देशद्रोही एक छाप लगाकर उसके ऊपर ये कार्रवाई जो कर रहे हो, ये इमरजेंसी में जो हुआ उससे भी बदतर हो रहा है। जब हम छात्र थे जेएनयू में, इसी तरीके से पुलिस सभी हॉस्टलों में आकर वहां पर गिरफ्तारी की बात जो कर रही है, जो आज का सिलसिला चल रहा है, और ये कहना कि जेएनयू के छात्र जो है देशद्रोही है, हम समझते हैं कि कोई भी आज के दिन इस बात को स्वीकार करने वाला है नहीं। देश के सबसे उच्चतम पदाधिकारी को लीजिए, आप आपके फॉरेन सेक्रेटरी हो या आपके आईबी के चीफ्स रहे हैं, ये आपके जो लोग हैं, ये सब जेएनयू से, जितने आईएएस ऑफिसर आईएफएस ऑफिसर आपको मिलेंगे, ये सब जेएनयू से आए हैं। तो ऐसे यूनिवर्सिटी के ऊपर और उनके छात्र समुदाय के ऊपर इस तरीके के आरोप लगाना ये बिल्कुल गलत है। हमने कहा हमारी शंका, हाल ही में नया वाइस चांसलर को अपॉइंट किया गया, उस वाइस चांसलर ने जो इजाजत दी पुलिस को कि किसी भी समय वो आकर एक्शन ले सकते यूनिवर्सिटी में, हम समझते हैं कि ये इस सरकार की अपॉइंटेड वाइस चांसलर का इस तरीके से हिफाजत देना, ये सिलसिला हम देख रहे हैं देश के कई सारी यूनिवर्सिटियों में। वाइस चांसलर बदल देते हैं, नए वाइस चांसलर उनकी मनमानी लगाते हैं और उनके चलते हुए हैदराबाद यूनिवर्सिटी में देखा, सेंट्रल यूनिवर्सिटी में, अब जेएनयू में देख रहे हो आप, इस तरीके से उनकी जो विचारधारा है आरएसएस की, उसको लागू करवाने के लिए उच्चतम शिक्षा के संस्थाओं के ऊपर इस तरीके का हमला जो हो रहा है, इसका विरोध हमने प्रकट किया आज गृह मंत्री जी के साथ, और उन्होंने यही आश्वासन हम सबको दी कि कोई निर्दोष आदमी के ऊपर कोई कार्रवाई नहीं करेंगे। अब अगर ये बात उनकी आश्वासन को मानते हुए हमने कहा, अगर ये बात सही है तो अभी जो छात्र संघ का अध्यक्ष है जो गिरफ्तार है, कन्हैया, उस कन्हैया को आप इमीडिएटली रिलीज करवाइए। तो पुलिस कमिश्नर को बुलवाकर उनसे पूरी जांच लेकर करके उनकी इंफॉर्मेशन लेकर वो कार्रवाई करने की आश्वासन गृह मंत्री ने दी। सीता, क्या आप मानते हैं कि वीडियो में जो लोग भारत के खिलाफ नारे लगाते हुए दिख रहे हैं, उनके खिलाफ कार्रवाई होनी चाहिए या नहीं? और आपने पूरे जेएनयू का सवाल कहा, पूरे जेएनयू का सवाल नहीं है, जो स्टूडेंट वहां पर दिख रहे हैं वीडियो में कि भारत के टुकड़े करने की बात कर रहे हैं, उनके बारे में क्या कहेंगे? पुलिस और सरकार ने एक सूची जारी की 20 लोगों की, जिसके अंदर ये 20 लोगों को जिसको गिरफ्तार करना है, जिनके ऊपर सेडिशन का चार्ज लगा हुआ। ये 20 लोग आपको वो वीडियो में नारे लगाते हुए नजर नहीं आते। ये 20 है आपके वहाँ के छात्र आंदोलन के नेता और वो छात्र संघ के पदाधिकारी। तो ये नारे लगाना देश के खिलाफ और इन लोग जिनके ऊपर कार्रवाई हो रही है, यही हमने समझाया गृह मंत्री को कि ये दोनों एकदम अलग है। जिस सूची में नाम दिए हैं उसके अंदर कॉमरेड राजा की बेटी का भी नाम है। अब जो लोग नारे दे रहे हो वो अलग है, लेकिन इसको बहाना बनाकर इस्तेमाल कर रही है सरकार कि वो उच्चतम शिक्षा संस्थाओं के अंदर हस्तक्षेप करके वहाँ पर उनकी आरएसएस की जो सिद्धांत है उसके अनुकूल काम करने के लिए ये एक पूरा का पूरा यूनिवर्सिटी के ऑटोनॉमी के ऊपर ही एक बहुत बड़ा हमला है। सीधा आप ये कह रहे हैं कि गलत लोगों के खिलाफ कार्रवाई हो रही है। मेरा सवाल ये है कि क्या जो लोग नारे लगाते हुए दिख रहे हैं और जिनकी अगर ये साबित हो जाए कि वो नारे लगा रहे थे, तो क्या उनके खिलाफ कार्रवाई होनी चाहिए? आप क्या जो असली बात आपने इस्तेमाल किया, साबित करिए ना। हम कह रहे साबित करिए, वो जो भी आप कह रहे हो टेप के आधार पर ये हो रहा है, उस टेप की ऑथेंटिसिटी क्या है? कौन दिया? जेएनयू के अंदर कोई आपके कैमराज नहीं है, आपके जो इंटीग्रल कैमराज है, तो ये टेप मिली कहाँ से? किसका है सृष्टि है? क्या ऑथेंटिक है कि नहीं है?
देशद्रोही जो भी है उनके ऊपर कार्रवाई लो। उसके अंदर वामपंथी लोग, कम्युनिस्ट लोग, जनता दल, आपके जेडीयू, ऐसे लोग हर समय सामने रहे हैं। आप क्या मानते हैं भारत बर्बाद हुई, ये नारे लगाना ये देशद्रोह है या नहीं है? ये सवाल नहीं है, साबित करिए कौन है वो, छात्र है कि नहीं? कैसे बोल रहे हो आप कि वही है? फुटेज तो है, फुटेज बताइए ना भाई, वो फुटेज में ये 20 लोगों की सूची तो दी, उनमें से कोई है? सर कन्हैया का भी नाम है। यार एक बार आप कह रहे हो, एक बार आप कहते हो फुटेज है, दूसरी बार आप कहते हो नाम है। क्या है इसके बारे में जांच तो करिए। कन्हैया जो है एआईएसएफ का लीडर है। एक मिनट जरा, और एआईएसएफ का और सीपीआई का ये मानना है दैट कश्मीर इज द इंटीग्रल पार्ट ऑफ इंडिया। उसके बाद आप कैसे कन्हैया को आप बुक कर सकते हैं? कम्युनिस्ट पार्टी मानती है कश्मीर भारत का हिस्सा है, उसके बाद उसमें सेडिशन का चार्ज कैसे लगा सकते हो? एसएफआई मानती है। यार देखो यार, छात्र संघ के अध्यक्ष हम भी, एक मिनट, छात्र संघ के अध्यक्ष जब भी कोई दो ग्रुप स्टूडेंटों के बीच में कोई तनाव की परिस्थिति होती है, छात्र संघ का अध्यक्ष का ये जिम्मेदारी है कि वहां पर उसको ठंडा करें। और उस तरीके से अगर छात्र संघ का अध्यक्ष किया तो हम समझते हैं कि वो सही गया उसकी जिम्मेदारी को पूरा करने के लिए। अब क्या है क्या नहीं, बिना जांच के आप 20 लोगों के ऊपर सेडिशन क्या लगा रहे हैं? लेकिन सर अभी जांच चल रही है और इस बीच में आप कैसे कह सकते? अरे गिरफ्तार कैसे किए? आपकी बेटी का माइक लगा? गिरफ्तार कैसे किए भाई? JNU Students Union President has been arrested. He is also leader of All India Students Federation. The politics of All India Students Federation is very clear. The ideology of AISF is very clear. Nobody can accuse AISF, for that matter SFI, for anti-national activities. Those who know the history of our country will know what is AISF, what is SFI, how they can target left student organizations. Our positions are well known, and nobody can charge anti-national. What you want to say about the people who are seen in the video? You establish who are those people. You establish who are those people. Are they from JNU or from outside? Nobody knows. And you see the point. The point is, nobody can accuse AISF or SFI, for that matter, left organizations, for anti-national, anti-constitutional activities. Sir, it is not a matter of whole organization. Yeah, that exactly. Yeah, individuals also you establish who are those individuals. You are not clear who are those individuals. Can you to mention the? That is why we have asked the Home Minister. Home Minister said he will talk to the police commissioner and he will discuss even the clippings you are referring, and he has assured us that innocent people will not be touched. What about your daughter, sir? My daughter is my daughter. Who can question my daughter's integrity? Who can question my integrity? Who can accuse us for anti-national, anti-constitutional activities? Are they mad to accuse my daughter or me as anti-national, anti-constitutional? Yeah, listen, the point is, as far as the credentials of all three of the MPs who are here, their parties are concerned, on the question of fighting terrorism, on the question of upholding our country's unity and integrity, we have been the most ardent champions. Much better than many of the others who are now claiming to be. And remember, using sedition as an excuse to harass, persecute actual patriots is an old habit of the rulers of this country. Bhagat Singh was hanged in the same law of sedition. Remember that also. And that is what this government, in order to pursue its own ideological project, is doing and interfering in all the institutions of higher education. So do you think that India slogan is also part of the freedom of speech? Sir, do you mean to say that freedom of expression also means that Godse ke raaste pe bhi nahi hai. Slogans against India? Who said? Who is saying that? अबे आपने मुझे को इशारा काफी है। आप हमसे मत पूछिए आप। सर आप ये कहने की गलत लोगों अभाव है। थोड़ा मांग लीजिए।